കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കാൻ കൃഷിവകുപ്പ്. കതിർ ആപ്പിന്റെ പ്രവർത്തനം ചിങ്ങം 1 മുതൽ തുടങ്ങുമെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു. കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ കാർഷിക ദിനാഘോഷം ഉണ്ടായിരിക്കില്ല. കാലാവസ്ഥാ വ്യതിയാന മുന്നറിയിപ്പുകൾ നൽകുക, കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും ഏകീകരിക്കുക, കാലാവസ്ഥാ അധിഷ്ഠിതമായ അനുയോജ്യമായ വിള കണ്ടെത്തുക, വിപണിയുമായിട്ടുള്ള ആശയവിനിമയം, സർക്കാർ ആനുകൂല്യങ്ങളും പദ്ധതികളുടെ ഫലപ്രദമായ നടപ്പിലാക്കലും നിരീക്ഷണവും വേഗത്തിലാക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് കൃഷിവകുപ്പിന്റെ കതിർ ആപ്പ്. കതിർ 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈയൊരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കും. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ബോധവാന്മാരാക്കി കർഷകരിലേക്ക് ആപ്പിന്റെ പ്രയോജനമെത്തിക്കും. ഒരു സംശയങ്ങൾ സാധാരണഗതിയിൽ കൃഷിഭവനിലായിരിക്കുമല്ലോ വിളിച്ചു ചോദിക്കുകയല്ല. അപ്പോൾ ആ കൃഷിഭവനിൽ കൃഷി ഓഫീസർമാരും കൃഷി അസിസ്റ്റന്റുമാരും അടക്കം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകും. കർഷകരിലേക്ക് അത് കൂടുതലായി എത്തിക്കും. കാർഷിക മേഖലയ്ക്ക് നവചൈതന്യമൊരുക്കാൻ നവോത്ഥാൻ പദ്ധതി നടപ്പിലാക്കും. വെളിച്ചം, അനുഭവം തുടങ്ങിയ പേരുകളിൽ വിവിധ പദ്ധതികളും വകുപ്പിൽ ആലോചിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ സജീവമായ പൊതുജന പങ്കാളിത്തം, പ്രതികരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക കൂടി ലക്ഷ്യമിടുന്നുണ്ടെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. കതിർ ആപ്പ് പ്രവർത്തന സജ്ജമാകുന്നതോടെ കർഷകരുടെ ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നും വകുപ്പ് വിലയിരുത്തുന്നു. മീഡിയ 1 തിരുവനന്തപുരം.